ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ടല്ലേ സാർ ഇത്തിരി ധൈര്യം വേണം തോന്നിയത്. സാർ, ഇയാളെ പോലുള്ള ചെറ്റകളെ സല്യൂട്ട് ഉണ്ട് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു ഗതികേട്. കുത്തിക്കൊന്നാലും ബലാത്സംഗം ചെയ്താലും പിടിച്ചു പറിച്ചാലും അപ്പൊ ഒരു ഫോൺ. CI മൂലം മേലോട്ട് അയച്ചു വരെ, മുഖ്യമന്ത്രി മൂലം താഴെ കച്ചത്ത് ഡയറിയും വെച്ച് നെഞ്ഞത്ത് പേനയും കുത്തി കിടക്കണ ഊച്ചാലി രാഷ്ട്രീയക്കാരൻ വരെ. സാർ, നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല. ഇതൊരു ജോലി, അങ്ങനെ വിചാരിക്കാൻ നല്ലേ. ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ്. സാർ, അയ്യോ സാറുമാരെന്താ വന്ന കാലം നിക്കണേ? ഇരുന്നാലും വേണോ വേണ്ടല്ലേ? നിനക്ക് ഇരിക്കണോടാ? ഇരുത്താൻ തന്നെ ഞാൻ. DYSP വിളിച്ചിരുന്നല്ലോ അല്ലേ? ഇവരെ കോടതിയില്. അറിയാം, ഇവരുടെ ദേഹത്ത് തുടരുന്ന ഉത്തരവുള്ളൂ. സംസാരിക്കാം, അതിന് വിലക്കൊന്നുമില്ല. എന്താടാ നെറ്റിയിലൊരു വെട്ട്? നഖം കൊണ്ട് പോറിയതാ. കളിയാക്കാ നീ എന്നെ? അല്ല സാർ, സാറിനെ പോലുള്ളവരെ ഇതൊന്നും കാണുകയും അറിയും ചെയ്യില്ല. ചത്ത് വീഴുമ്പോഴേ അറിയൂ. പക്ഷെ കാശുള്ളവന്റെ മേത്തൊരു ഇടി വീണ. വാടക. നീ ചാരായം കുടിച്ചിട്ടുണ്ടോ? ആ, ചാരായ കമ്പനിയിൽ പണിയെടുക്കും, പിന്നെ ചായ കുടിക്കാൻ പറ്റും. തെണ്ടി, ചാരായം കുടിച്ച് പോലീസ് സ്റ്റേഷൻ വിലസാ നീ. സാർ, DYSP വിളിച്ചായിരുന്നു. ഇത്തവണ നീ തടി വരും. പക്ഷെ നീ എന്റെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നിന്നെ എന്റെ കിട്ടും. അന്നെ നട്ടല്ലേ ഓടിക്കും. അമിതേ, ഞാൻ പോണു. എന്താ വേണ്ട ചെയ്തോട്. നീ എന്ത് വിചാരിച്ചാ സേതുമാധവ ഇറങ്ങി തിരിച്ചിരിക്കണേ? അങ്ങോട്ട് നിന്റെ തടി വരക്കാക്കും. പേടിപ്പിക്കല്ലേ സാറേ. 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്.